ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ നോക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ഹൊററുമായിട്ടുള്ള ഒരു സ്ഥലത്തെ പറ്റിയാണ്. ഈ സ്ഥലം ചിലപ്പോൾ നിങ്ങളധികം കേട്ട് കാണില്ല, കാരണം ഇത് കേരളത്തിലല്ല, അങ്ങ് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ഈ സ്ഥലത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. പല ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത്. എന്നാൽ പോലും പല ടൂറിസ്റ്റുകളായാലും അവിടെ വരുന്നവരായാലും വീട് കയറി സന്ദർശിക്കുകയും ചുറ്റി കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ വീട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറാവുന്ന വിധത്തിലാണ്. ഗേറ്റും ഓപ്പണാണ്. പല സംഭവങ്ങളും വീടിൻ്റെ എൻട്രൻസ് തൊട്ട് മേളിൽ വരെ പോകാം. നിങ്ങളിതൊന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി, ഇഷ്ടം പോലെ ഫോട്ടോസ് കിട്ടും. നമ്മൾ നോക്കാൻ പോകുന്നത് GP ബ്ലോക്കിനെ പറ്റിയിട്ടാണ്. എന്താണ് GP ബ്ലോക്ക് എന്നല്ലേ? അതായത് ഒരു വീടിനെ മൂന്നാക്കി തരംതിരിച്ചിരിക്കുന്നു. ഒരു വീട് ഇതാണ് GP ബ്ലോക്ക്. ഒരു വീടിനെ മൂന്നാക്കി തരംതിരിച്ചിരിക്കുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ GP ബ്ലോക്ക്. 1920 ഈ ബിൽഡിംഗ് ഇവിടെ കണ്ടുവന്നതെന്ന് നാട്ടുകാർ പല ആൾക്കാരും പറയുന്നുണ്ട്. ഒരു ന്യൂസിൽ വന്ന വാർത്തകളാണ് ഞാൻ പറയുന്നത്. 1920 സത്യം പറഞ്ഞാൽ ഈ GP ബ്ലോക്ക് എന്ന ഈ സംഭവം ഇവിടെ കണ്ടുവന്നിരുന്നത്. പക്ഷെ പല ആൾക്കാർക്കും അറിയില്ല ഇതാരാണ് ഇവിടെ സൃഷ്ടിച്ചതെന്നും അറിയില്ല. കാരണം അവിടുത്തെ നാട്ടുകാർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ പോലും ആദ്യമായിട്ടാണ് സത്യം പറയാൻ ഞാൻ ഇങ്ങനെ സംഭവം അറിയുന്നത്. ഒരു വീടിനെ മൂന്നാക്കി തരംതിരിച്ചിരിക്കുന്നു. 1915 ഇവിടെ ഒരു കൊലപാതകം നടന്നതുമായിട്ടും അതിൻ്റെ പല സംഭവങ്ങളും ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരെ കാണാണ്ടായപ്പോഴാണ്, പോലീസ് വന്നപ്പോഴാണ് മനസ്സിലായത് 1915 ഇവിടെ കൊലപാതകം നടക്കുകയും വേറെ എന്തൊക്കെയോ സംഭവിക്കുകയും ചെയ്തു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം ഈ വീട് സന്ദർശിക്കാൻ കുറേ പേര് വരെയായിരുന്നു. അങ്ങനെ ഒരാളാണ്, അതായത് അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് കണ്ടുപിടിച്ചത് ഇവിടെ ഒരു കൊലപാതകം നടന്നു എന്നാണ് കണ്ടുപിടിച്ചത്. 1915 ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ കൊലപാതകം നടന്നത്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഒരു ചുമന്ന ഷാളെടുത്തൊരു സ്ത്രീ ടെറസിൻ്റെ മേൽ എപ്പോഴും ഇരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ വഴി പോകുന്നവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ചുമന്ന ഷാളെടുത്ത സ്ത്രീ എപ്പോഴും ആ ബിൽഡിങ്ങിൻ്റെ മേലിരിക്കുന്നു. എന്താണ് സംഭവം ഇന്നും അറിയില്ല. വേറൊരു കാര്യം, ആ ബിൽഡിംഗ് ഏകദേശം നമ്മുടെ നശിക്കാറായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പെയിൻ്റൊക്കെ പോയി മൊത്തം പൂപ്പലായും പിടിച്ചൊരു കാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ റെഡ് ഷോൾ എടുത്ത ഒരാൾ ആ വീട്ടിൻ്റെ മേലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെറസിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നതായി പലവരും പറയുന്നു. എന്താണ് സത്യം പറഞ്ഞാൽ ആ GP ബ്ലോക്കിന് സംഭവിച്ചത് ഇന്നും പലവർക്കും അറിയില്ല. ഇന്നും അതൊരു മിസ്റ്ററിയായി ഹോണ്ടഡ് പ്ലേസിൽ കിടക്കുന്നു. പക്ഷേ പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ പോകുന്നുണ്ട്. പല ടൂറിസ്റ്റുകളും പോകുന്നെങ്കിൽ പോലും ഇപ്പോഴും പറയുന്നത് ഒരു ചുമന്ന ഷോളിൻ്റെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും. ടെറസിൽ മാത്രമല്ല, വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചുമന്ന ഷോളിൽ